ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 ഇക്കണോമിക്സിലെ മോഡൽ എക്സാം സ്പെഷ്യൽ വീഡിയോസ് വരികയാണ് ഇനി മുതൽ. +2 ഇക്കണോമിക്സിലെ നിങ്ങൾ മോഡൽ എക്സാം പഠിക്കാനായിട്ട് ആവശ്യമുള്ള ഒരു മൈക്രോന്നും മാക്രോന്നുമായിട്ടുള്ള കുറച്ച് പാഠങ്ങൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 11 പാഠേ ഉള്ളൂ അല്ലേ. ഈ 11 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട പാഠം മോഡൽ എക്സാമിനെ മുൻനിർത്തിയിട്ടാട്ടാ പറയുന്നത്. അതായത് നമ്മുടെ ഫൈനൽ എക്സാമിനെ മുൻനിർത്തിയിട്ടല്ല. ഫൈനൽ എക്സാമിനെ മുൻനിർത്തി പറയുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള കംപ്ലീറ്റ് പാഠങ്ങളിൽ ഇമ്പോർട്ടൻസ് ആണ് എടുക്കുക. പക്ഷെ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് കുറെ നമുക്ക് അറിയാത്തതുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുക. സോ മോഡൽ എക്സാം മുൻനിർത്തിയിട്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട പാഠങ്ങളും അതിലെ ടോപ്പിക്സുകളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ +2 ഇക്കണോമിക്സ് മോഡൽ എക്സാം എന്നാണെന്നറിയാലോ, 18th-നാണ്, 18-ാം തീയതി. ഓക്കെ, നമുക്ക് എല്ലാ എക്സാമും അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മാത്സ് ഉള്ള കുട്ടികൾക്ക് അന്ന് മാത്സ് എക്സാം ഉണ്ട് മോഡൽ എക്സാമിന്. ഇനി നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ അവസ്ഥ, നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതാ പകുതിയോളം പോർഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. മോഡൽ എക്സാമിന് മുന്നേ ആയിട്ട് പോർഷൻസ് കഴിപ്പിച്ചിട്ട് ചാപ്റ്റർ വൈസ് കഴിപ്പിച്ചിട്ട് നമ്മൾ എന്താവും റിവിഷനിലേക്കാണ് കടക്കുക. ഒപ്പം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്ത് കഴിഞ്ഞ് ഫെബ്രുവരി ലാസ്റ്റ്, അതായത് മാർച്ച് 1-ാം തീയതിയോടും കൂടി നമ്മുടെ ക്രാഷ് ബാച്ച് കഴിയും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്, നിങ്ങൾക്കിപ്പോൾ പ്രാക്ടിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കുറേ പാഠങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ് കഴിഞ്ഞാലും എക്സാം കഴിയുന്നത് വരെ, മാർച്ചിൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സുകളും നോട്ട്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്, മിസ് ഞങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ കാണാം, നമ്മൾ ലൈവ് ക്ലാസ്സസ് ആണ്, ഇപ്പോൾ ലൈവ് ക്ലാസ് കാണാൻ സാധിക്കുന്നില്ല, പ്രാക്ടിക്കൽ എക്സാം ആണ്, ഞങ്ങൾക്ക് ആ ക്ലാസ് മിസ്സാവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നെബർ, ഒരിക്കലുമില്ല. സോ നിങ്ങൾക്ക് ക്രാഷ് ബാച്ച് വേണം. ഓരോ പാഠവും നിങ്ങളെ എന്തൊക്കെ പഠിക്കണം, മിസ്സിന്റെ നോട്ട്, മിസ് എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത. ഓക്കെയാണ്, മിസ്സിന്റെ വീഡിയോസ് കണ്ട് മനസ്സിലാവുന്നവരാണ് എങ്കിൽ, അങ്ങനെ മിസ്സിന്റെ ക്ലാസ് കണ്ട് ഓക്കെ ആണെന്നുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വേണം. പിന്നെ ഒരു പാഠം പഠിക്കാൻ അടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അയ്യോ ഈ പാഠം എന്താണെന്ന് പോലും മനസ്സിലാവുന്നത്, തല കറങ്ങുന്നു, ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിന്റെ ക്ലാസ് കാണാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു അറ്റാച്ച്മെന്റ് നിങ്ങളുടെ എക്സാമിനോട് ഉണ്ടായിരിക്കും. വേണം എന്നുള്ളവരെ 7906664613 ജോയിൻ ചെയ്യുക. കുറച്ച് കുട്ടികളൊക്കെ ഇപ്പോഴും അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം മെസ്സേജ് അയക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞത് മൈക്രോ എക്കണോമിക്സിൽ 5 പാഠങ്ങളുണ്ട് മൊത്തം പഠിക്കാം, മാക്രോയിൽ 6 പാഠം. ഇതിൽ നിന്ന് മിസ് ഇവിടെ എടുത്തിരിക്കുന്നത് മൈക്രോയിൽ ഇപ്പൊ ക്രിസ്മസ് എക്സാമിന് ശേഷം, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ക്രിസ്മസ് എക്സാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നല്ല രീതിയിൽ മൊത്തത്തിലൊരു ഡിഫിക്കൽട്ട് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക്സുകൾ എടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ ടോപ്പിക് തന്നെ ഈ വർഷം പഠിക്കാം, അത് നമുക്കിനി നടക്കില്ല. കാരണം നമ്മൾ എക്സാം പാറ്റേണിന്റെ ഒരു ചേഞ്ച് മൊത്തത്തിൽ മാറിയെന്നല്ല, മാർക്കുകളും അതുപോലെ തന്നെ പോർഷൻസിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് എല്ലാം ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മിസ്സെടുത്തിരിക്കുന്ന മാക്രോൾ സെക്ഷനിലെ 3 പാഠങ്ങളാണ് മാക്രോയിൽ നിന്ന് എടുക്കുന്നത്. 3 പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ മാക്രോയിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഓപ്പൺ ഇക്കോണമി. ഏറ്റവും ലാസ്റ്റത്തെ പാഠം, അതായത് 6th ചാപ്റ്റർ ഇൻ മാക്രോ. 6th ചാപ്റ്റർ ആണ് നിങ്ങൾ മാക്രോയിൽ ഫസ്റ്റ് പഠിക്കേണ്ടത്. ഇതിലെ ഈ ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് ഐ എം ഷുവർ, 100% ഷുവർലി നിങ്ങളോട് പറയാം. ഈ ടോപ്പിക്കുകൾ എന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസസ് 4 മാർക്കിനാണ് ചോദിക്കാറ്, മാക്സിമം 4 മാർക്സിന്. 3 ലിങ്കേജസ് 3 മാർക്കിന് ചോദിക്കും. 3 ലിങ്കേജസ് ഇൻ ഓപ്പൺ ഇക്കോണമി, അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിലെ 3 ലിങ്കേജസ്, പ്രൊഡക്റ്റ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്, അതുപോലെ തന്നെ ലേബർ മാർക്കറ്റ്, 3 ഫാക്ടർ മാർക്കറ്റ്, ലേബർ മാർക്കറ്റ് എന്നൊക്കെ പല ടേമാണ് പല ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. ദെൻ റിയൽ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചിരിക്കണം. അത് നമുക്ക് ഇതുപോലെ 3 മാർക്കിനാണ് വരാറ് കേട്ടോ. റിയൽ എക്സ്ചേഞ്ച് റേറ്റും ഒപ്പം തന്നെ നമ്മുടെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് നമുക്കിതുപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോബ്ലം, ഇനി ഈ പ്രോബ്ലം ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് മാത്രമായിട്ട് ക്ലാസ് ഉണ്ട്. അതായത് ഓൺലൈൻ ബാച്ചിൽ മാത്രമല്ല കേട്ടോ, ഓൺലൈൻ ബാച്ചിൽ നമ്മൾ സ്പെഷ്യലി നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ ചാപ്റ്റർ വൈസ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഓൺലി, കർവ് ഓൺലി ക്ലാസ് ഒക്കെ കൊടുക്കും. നമ്മൾ പ്രോബ്ലംസ് മാത്രമായിട്ട് വീഡിയോ ചെയ്യും, എക്സാമിനോട് അടുത്തിട്ട് ചെയ്യുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം വേറെ ഒന്നുമല്ല,
എക്സാം എടുത്താലാണ് നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടി കൂടുതൽ പഠിക്കുക. അപ്പം ഇട്ടാലാണ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ. ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യായിരിക്കും. പിന്നീട് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച്, നമുക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെയാണ് നമുക്ക് ചോദിക്കാം. 3 മെത്തേഡ് ഉണ്ട്, ഫിക്സഡ്, ഫ്ലെക്സിബിൾ, അതുപോലെ തന്നെ മാനേജർ, ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പാഠത്തിൽ നിന്ന് ഇത് 4 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. BOT BOPയും 3 ലിങ്കേജസും അതുപോലെ തന്നെ പ്രോബ്ലം, മെത്തേഡ്സ്. അപ്പൊ എത്ര മാർക്കായി? നമുക്ക് ഒരു 10-14 മാർക്കോളായി. ഇനി ഇതെല്ലാം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. പക്ഷെ ഇതിന്റെ വെയിറ്റേജ്, ഈ പാഠത്തിന് അധികം വെയിറ്റേജ് ഒന്നുമില്ല. ഒരു 6-8 മാർക്ക്, 6 to 8, 6 to 8 മാർക്സ് ഈ പാഠത്തിന് വെയിറ്റേജ് ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ തള്ളി കളയാൻ പറ്റില്ല. ഈ ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത പാഠം ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ പാഠമാണ്. ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ പാഠത്തിൽ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്കുകൾ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ essay ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പാഠമാണ്. ആദ്യം പഠിക്കുന്നത് ഫംഗ്ഷൻസ് ഓഫ് ഗവൺമെന്റ്, 3 മാർക്കിന്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, അലോക്കേറ്റീവ് ഫംഗ്ഷൻ. എന്താണെന്ന് പഠിക്കണം. മലയാളം മനസ്സിലാക്കി നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്താൽ മതി. ഇനി കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് നമുക്ക് 8 മാർക്കിനാണ് ചോദിക്കാറ് കേട്ടോ. അതിൽ ഫ്ലോ ചാർട്ട് വരയ്ക്കണം. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിൽ 2 ടൈപ്പ്, പ്ലാൻഡ്, നോൺ പ്ലാൻഡ്, റവന്യൂ റിസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും തിയറി കംപ്ലീറ്റ് വായിച്ച് പഠിക്കാൻ അവിടെ വേണ്ടത്. ദെൻ മൾട്ടിപ്ലെയറുകൾ, ഇത് നമുക്കൊരു 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. അത് പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കുക. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, മൾട്ടിപ്ലെയർ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക കേട്ടോ. ദെൻ ഫിസ്ക്കൽ പോളിസി എന്താണ്, അത് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരിക, അത് നമുക്ക് 4 മാർക്കിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡിഫ്ലേഷൻ സമയത്തും ഇൻഫ്ലേഷൻ സമയത്തും കൂടുതലുള്ള ആ ഒരു എന്തൊക്കെയാണ് ഗവൺമെൻറ് ആ സമയത്ത് ചെയ്യുക, അതൊക്കെയാണ് അതിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ പാഠവും നമ്മൾ ക്രിസ്മസ് എക്സാമിന് വല്ലാണ്ട് ടച്ച് ഇല്ലാത്ത പാഠമായിരിക്കും. പിന്നെ ഇതിലിപ്പോൾ മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ ഓർഡർ വൈസിൽ ഈ പാഠം എത്തിയിട്ടില്ല. നമ്മൾ ഈ പാഠം എടുക്കും, അപ്പോൾ പഠിച്ചാലും മതി, നിങ്ങൾ ബാക്കിയുള്ള പാഠങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻകം ഡിറ്റർമിനേഷൻ. ഇതും മാക്രോയിൽ നിന്നാണ്. മാക്രോയിൽ നിന്ന് 3 പാഠങ്ങളാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റത്തെ 3, 4, 5, 6. ഓക്കെ, ഇത് 4ാമത്തെ പാഠമാണ്. എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്താണെന്ന് നമുക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. റിയലൈസ്ഡും പ്ലാൻഡ് വാല്യൂ ആണ്. MPC ഇത് പ്രോബ്ലം ആണ് കേട്ടോ. MPC APC നമുക്ക് ഇതുപോലെ 4 മാർക്കിന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓഫ് 2 സെക്ടർ മോഡൽ, ഇത് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണൻസിന്റെ 2 സെക്ടർ മോഡൽ ഏതൊക്കെയാണ് കമ്പോണൻസ്? ഓട്ടോണമസ് കൺസംഷൻ, MPC, ഇൻവെസ്റ്റ്മെന്റ്, അതൊക്കെയാണ്. അതുപോലും മനസ്സിലാവാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, അവർക്ക് അറിയാം. പക്ഷെ കമ്പോണൻസ് ഓഫ് 2 സെക്ടർ മോഡൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാകെ തലകറി. ദെൻ ഇക്വിലിബ്രിയം ഇൻകം, അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കുക, ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുക, എക്സസ് ഡിമാൻഡ് ആണ്, എക്സസ് സപ്ലൈ എന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ദെൻ 3 മാർക്കിന് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 3 പാഠങ്ങൾ മാക്സിമം നല്ല രീതിയിൽ കവർ ചെയ്ത് അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് കിട്ടും. പിന്നുള്ളത് നമ്മൾ ഓണപരീക്ഷയ്ക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുള്ള 1, 2, 3 പാഠങ്ങളാണ്. സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഫംഗ്ഷൻസ്, മണിയുടെ ഫംഗ്ഷൻസ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഏതാ? നാഷണൽ ഇൻകം മെത്തേഡ്സുകളൊക്കെ. അപ്പോൾ തീരെ പഠിക്കാത്ത ഈ പാഠങ്ങൾ വേഗം കവർ ചെയ്താൽ നമുക്ക് പിന്നീട് പഠിക്കുമ്പോൾ നല്ല സിമ്പിൾ ആയി തോന്നും. ഇനി മൈക്രോ എക്കണോമിക്സ് എന്ന് മിസ് 2 പാഠങ്ങളാണ് എടുത്തിരിക്കുന്നത്. 2 പാഠം. അപ്പോൾ 5 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ ടോപ്പിക്കുകൾ പഠിക്കാം. ഇവിടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം 5th ചാപ്റ്റർ ആണ്. 5th ചാപ്റ്ററിലെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ പഠിക്കേണ്ടത് പ്രൈസ് ഫ്ലോറും പ്രൈസിൽ നമ്മൾ ഡിഫറൻസ് 4 മാർക്കിന്. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് കോളം വൈസ് ഹെഡിങ് തിരിച്ച് എന്താണ് പ്രൈസ് ഫ്ലോർ, എന്താണ് പ്രൈസ് സീലിംഗ്, അതിന്റെ ഡിഫറൻസ് തന്നെ ആവണം കേട്ടോ. എന്താണെന്ന് മീനിങ് അല്ല, ഡിഫറൻസ്. പ്രൈസ് ഫ്ലോർ എന്താണെന്നും പ്രൈസ് സീലിംഗ് എന്താണെന്നും സെപ്പറേറ്റ് 4 മാർക്കിന്. ഇത് രണ്ടും കൂടി 8 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. 2 സെപ്പറേറ്റ് 4 മാർക്ക് 4 മാർക്കിനും 8 മാർക്കിന് മൊത്തം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ QD = QSന്റെ ഒരു 3 മാർക്കിന്റെ പ്രോബ്ലം നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിരുന്നു. ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അതായത് ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും തന്നിട്ട് അത് ഈക്വലൈസ് ചെയ്ത് നമ്മൾ വാരിയബിൾസിന് ഒരു സൈഡിലൊക്കെ കൊണ്ടുവന്നിട്ട് കണ്ടുപിടിക്കണത്. ദെൻ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ എന്താണെന്ന് നമുക്ക് 4 മാർക്കിന് തന്നെ അഗെയിൻ ചോദിക്കട്ടോ. ഇവിടെ എക്സസ് ഡിമാൻഡ് എന്താണെന്ന് എഴുതണം, അതിന്റെ ഇത് വരയ്ക്കണം. എക്സസ് ഡിമാൻഡ് ഇവിടെ ഇത് സപ്ലൈ, ഇത് ഡിമാൻഡ് ആണ്. ഇവിടെയാണ് എക്സസ് ഡിമാൻഡ് കൂടുതൽ, ഇവിടെ സപ്ലൈ കുറവ്, ഇങ്ങനെ കാണിക്കണം. ഇത് എക്സസ് സപ്ലൈ എന്താണെന്നും വരച്ചും കാണിക്കണം. എന്നാലും നമുക്ക് ആ 4 മാർക്ക് അവിടെ ഷുവർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ ഈ പാഠത്തിൽ നിന്നും നിങ്ങൾ ഇത്രയും പഠിക്കാം.
നെക്സ്റ്റ് എടുത്തുന്ന പാഠം തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ്. ഇതിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്, കുറെ ഉണ്ട്. പക്ഷെ അതിലെ മോർ ഫോക്കസ് ആൻഡ് എക്സാം ഓറിയന്റഡ് ടോപ്പിക്സ് ഇത്രയാണ്. ഏതൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഇവൻ പോയിന്റ്, ഇലാസ്റ്റിസിറ്റിയുടെ ഒരു പ്രോബ്ലം 3 മാർക്കിനാണ് ആ പ്രോബ്ലം ചോദിക്കാറ്, ഡിറ്റർമിനൻസ് ഓഫ് ഫെയിം സപ്ലൈ 4 മാർക്കിന് 4 പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവ രണ്ടും ഒഴികെ ഇവിടം വരെയുള്ളതിന് നിങ്ങൾ കർവ് വരച്ചിരിക്കണം. ഇതൊഴികെ കേട്ടോ, സോറി, കർവ് ഷുഗർ ആയിട്ട് വരയ്ക്കണം. നമുക്കിപ്പോ പ്രത്യേകിച്ച് എക്സാമിന് പറയില്ല, ഡ്രാമാറ്റിക്കലി എക്സ്പ്ലെയിൻ ഒന്നും നമ്മളോട് പറയില്ല. നമ്മൾ എന്താ പറയുള്ളൂ, നമ്മൾ ജസ്റ്റ് എന്താണ് മീനിങ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഡ്രാമാറ്റിക്കലി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഇവൻ പോയിന്റ് ഇതൊക്കെ അതേപോലെ വരയ്ക്കണം. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ 3 ഫിഗറുകൾ ഉണ്ട്, 3 കണ്ടീഷനും. ആദ്യം MC=P=MC ഇതെങ്ങനെ വരയ്ക്കണം, ഇത് വരച്ചിട്ട് ഈ 2 പോയിന്റുകൾ കാണിക്കണം. പിന്നീട് ഇത് വരയ്ക്കണം. പിന്നീട് നമ്മുടെ ഇതിങ്ങനെ 3 പോയിന്റുകൾ 3 കണ്ടീഷനും വരയ്ക്കണം. ഷട്ട് ഡൗൺ പോയിന്റ് ഏതാണെന്ന് ഡ്രാമാറ്റിക്കലി എക്സ്പ്ലനേഷൻ കൊടുക്കണം. എല്ലാം ഇങ്ങനെ ചെയ്താലേ മാർക്ക് കുറച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ വരയ്ക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എന്നാൽ കുറേ മാർക്ക് കിട്ടും. അങ്ങനെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഇത് ഡെഫിനറ്റ് ആയിട്ട് അറിയുന്നുണ്ടാവാം. നമ്മുടെ ഈ പാഠങ്ങൾ എടുത്ത് കഴിഞ്ഞതാണ് ഈ പാഠം. ഓക്കെ, അപ്പൊ ആ മിസ്സിന്റെ നോട്ട് പഠിച്ചാലും മതി. ഇതേപോലെ മിസ് നോട്ട് തരാണ് നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോസ് നമ്മൾ മാർച്ചിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ ഒരു ടെൻഷൻ ആവരുത്. സോ എല്ലാവർക്കും എന്ത് ചെയ്യാം, എക്കണോമിക്സ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടി ഈ പാഠങ്ങൾ വേഗം നോക്കാം. ഓക്കെ എവ്രി വൺ, അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ സബ്ജക്റ്റുകൾ എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. അതായത് സ്റ്റാറ്റി പൊളിറ്റിക്സ് ഒന്നുമില്ല, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, താങ്ക് യു സോ മച്ച്.